കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സജി ഗോപിനാഥ് ചുമതലയേറ്റു. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഗോപിനാഥ് നന്ദി പറഞ്ഞു. താൻ മുൻപ് VC ഇരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച ആഗ്രഹിക്കുന്നതുകൊണ്ടാകാം സർക്കാർ വീണ്ടും തന്നെ പരിഗണിച്ചതെന്നും സജി ഗോപിനാഥൻ. ആദ്യം പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തിന് പ്രതികരണത്തിലേക്ക് എത്താം. VS അനു ഉണ്ട് വിവരങ്ങൾ നൽകുക. അനു, ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിനിടെ സുപ്രീം കോടതി ഇടപെട്ടാണ് ഒടുവിൽ ഈ VC നിയമനത്തിൽ തീരുമാനമായത്. ഇപ്പോൾ ഡിജിറ്റൽ സാങ്കേതികയുടെ സർവകലാശാലയുടെ VC സജി ഗോപിനാഥ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം? കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ സജി ഗോപിനാഥ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം, സർക്കാരും ഗവർണറുമായി വലിയ തരത്തിലുള്ള നിയമപോരാട്ടം, സുപ്രീം കോടതിയുടെ ഇടപെടൽ, ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി നിർദ്ദേശാനുസരണം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ സമവായ ചർച്ചകൾക്ക് ഒടുവിലാണ് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി സജി ഗോപിനാഥിനെ നിയമിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ മാതൃ സർവകലാശാലയിൽ നിന്നും വിട്ടുവരുന്നതിനുള്ള സമയം കൊണ്ട് അത്രയും കാലം കൂടെ സുധാ തോമസിന് അധിക ചുമതല നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് 3 മണിക്ക് സജി ഗോപിനാഥ് കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഈ പറയുന്ന ചുമതലയേറ്റ സമയത്ത് ആദ്യ പ്രതികരണം വരുന്നത്. ഉടൻ തന്നെ ഗവർണറെ നേരിൽ കാണുമെന്നും സജി ഗോപിനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട്. അരുണി, ശരി, VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. സജി ഗോപിനാഥിന്റെ പ്രതികരണം കേൾക്കാം.